ാണോ? ഇത് റിയൽ ലൈഫാ. നിന്റെ ലെവല് ആ മരുന്ന് കോഫിയിൽ മിക്സ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ എന്ത് ചെയ്യാം, ശരിക്കും നമ്മൾ മനുഷ്യന്മാര് നമ്മുടെ ലെവലിനേക്കാളും ഒരു പടി മേളിൽ വേണം വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് നമുക്ക് ഉൾട്ടി അടിച്ചു കിട്ടുന്ന പണിയെന്നെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കും. മനസ്സിലായോ? ഇതെല്ലാം ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നാണോ ചിന്തിക്കുന്നത്? ഞാൻ ഒരു പ്രാവശ്യം ആരെങ്കിലും ബോസ് എന്ന് വിളിച്ചാ പിന്നെ തീർന്നു. എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം എന്റെ ജീവൻ കൊടുത്തും ഞാൻ അവരെ രക്ഷിക്കും. നീ വെച്ച പണി നിനക്ക് തന്നെ കെണിയായി. എനർജി സേവ് ചെയ്യും മോളെ. ഇന്ന് രാവിലെ നീ ഫയൽസ് ഒന്നും ഫിനിഷ് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഇന്ന് കുറച്ച് അർജൻസിയിൽ വാഷ്റൂമിൽ ഇടയ്ക്കിടയ്ക്ക് പോയി വരേണ്ടതല്ലേ? 5 പേർക്കുള്ള ജ്യൂസും പിന്നെ സ്നാക്സും ഒന്ന് അറേഞ്ച് ചെയ്യേ. 2 മിനിറ്റ് മാഡം. നീ എന്തിനാ വെള്ളപ്പാറ്റി എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ഫോളോ മീ. എന്താ വരുന്നില്ലേ? ആരതി, നീ എന്തിനാ ഇതൊക്കെ കൊണ്ടുപോയി വെക്കുന്നത്? ജോലിക്കാരോട് പറഞ്ഞാ അവര് കൊണ്ടുപോയി വെക്കുമല്ലോ ഇതൊക്കെ. എന്റെ കാറിൽ വെച്ചോളൂ, പോകുമ്പോ ഒരുമിച്ച് കൊണ്ടുപോവാ. ശരി അമ്മേ. സുഹാസിനി, നിങ്ങളുടെ അടുത്ത് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ ഈ ചെറിയ പ്രയത്നത്തിന് നിങ്ങളുടെ സഹായം ഒട്ടും തന്നെ ആവശ്യമില്ലായിരുന്നു. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ശരിക്കും പറഞ്ഞാ ഞാൻ ആദ്യം മുതലേ ഇങ്ങനെയൊക്കെ പെരുമാറണമായിരുന്നു. ആവശ്യമില്ലാത്ത സ്റ്റാൻഡേർഡൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുക. ചേച്ചേ, നിങ്ങൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നിങ്ങൾ എന്റെ മകളുടെ അമ്മായിയമ്മയാ, ഞങ്ങളുടെ ബന്ധുവാ. അവൾക്കൊരു വഴി കാണിച്ചു കൊടുക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ. നിങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ അടുത്ത് ക്ഷമ പറയാൻ പാടില്ല. അതൊക്കെ പോട്ടെ, ഇനി എന്തിനാ അതിനെപ്പറ്റി പറയുന്നത്? നമുക്കിടയിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ, അത് തന്നെ വലിയൊരു സമാധാനം. ഞാൻ ഇറങ്ങ. അയ്യോ, ഒരു നിമിഷം നിൽക്കേ, ഞാൻ കുങ്കുമവും താമ്പൂലും ഒക്കെ എടുത്തോണ്ട് വരാം. അമ്മേ, ഇവിടെ ആവശ്യത്തിന് പാത്രങ്ങളില്ലാതെ വന്നപ്പോ ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കായിരുന്നു ഞങ്ങൾ എല്ലാവരും. പക്ഷെ അമ്മ കറക്റ്റ് സമയത്ത് വന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. താങ്ക്സ് അമ്മേ. ഇവര് നമുക്ക് അന്യരൊന്നും അല്ലല്ലോ. എല്ലാം നിനക്ക് വേണ്ടിയാ, നിന്റെ സന്തോഷത്തിന് വേണ്ടി. അകത്തേക്ക് വാ. ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഈ വീട്ടിലേക്ക് വരുന്നത്. നിന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് വന്നല്ലേ പറ്റൂ. അകത്തേക്ക് വരുവാ ആന്റി, എന്താണെങ്കിലും നമുക്ക് സംസാരിക്കാലോ. ഇവിടം വരെ വന്ന എനിക്ക് അകത്തേക്ക് ഒരു 2 അടി പ്രശ്നമേ അല്ല. നടക്ക. ആന്റി ഇവിടെ ഇരിക്കേ. ആന്റിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറഞ്ഞു. നീ ഈ സുഹാസിനി മേനോൻ പോലും അറിയാതെ എന്റെ മകന്റെ കമ്പനിയിൽ MD ആയി എന്നുള്ള കാര്യം അറിഞ്ഞു. അതുമാത്രമല്ല, നീ എന്റെ മരുമകളാകാൻ പോകുന്നവളെ വളരെ കഷ്ടപ്പെടുത്തിയിട്ട് വീട്ടിലേക്ക് ഫയൽ കൊണ്ടുവരാനും പറഞ്ഞു എന്നറിഞ്ഞു. വയ്യായിരുന്നോ? അവളെ കണ്ട സമയത്ത് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ. അവളുടെ അമ്മായിയമ്മയായി അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഞാൻ വന്നത്. നീ ഫയൽസ് ചോദിച്ചിരുന്നല്ലോ, എടുത്തോ. അതിന്റെ കൂടെ വേറെയും കുറച്ച് ഫയൽസ് ഉണ്ട്. നീ അത് സൈൻ ചെയ്ത് തന്നാ ഞാനത് ഇവിടുന്ന് കൊണ്ടുപോകും.
എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് അറിയില്ല എന്നാ. ഞാൻ സാഹിത്യം ഒട്ടും ബുദ്ധിമുട്ടിച്ചതുമില്ല. അതുമാത്രമല്ല, അവൾക്ക് സുഖമില്ലാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുപോലെ അവളെ നിങ്ങൾ MD ആയിട്ട് അങ്ങോട്ട് അയച്ചപ്പോ ആ പവറിനെ അവൾ എന്തുമാത്രം മിസ്യൂസ് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലെന്ന് തോന്നുന്നു. അതുപോലെ എന്നെയും നമ്മുടെ ബാക്കിയുള്ള എംപ്ലോയീസിനെയും എങ്ങനെ ട്രീറ്റ് ചെയ്തെന്നുള്ള കാര്യവും നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യവും എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണോ നീ ഇങ്ങനൊരു റിവെഞ്ച് എടുത്തത്? ഞാനും അതാ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ അവളെ ജോലിയിൽ നിന്നൊന്നും പിരിച്ചു വിട്ടിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ വേദാന്ത് ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയാണോ അദ്ദേഹം അസിസ്റ്റന്റിനോട് പെരുമാറുന്നത് അതുപോലെ തന്നെ ഞാനും പെരുമാറിയത്. ഈ ഒരു കാരണം കൊണ്ട് മാത്രം നിങ്ങൾ അവൾക്ക് വേണ്ടി എന്റെ വീട് വരെ വരുമെന്നുള്ള കാര്യം ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ചർച്ച ചെയ്തതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. അറ്റ്ലീസ്റ്റ് സത്യം എന്താണെന്ന് എനിക്ക് വേറെയും ജോലിയുണ്ട്. സൈൻ ചെയ്ത് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പോകായിരുന്നു. ആഹാ, സുഹാസിനിയോ, നിങ്ങൾ എപ്പോഴാ വന്നത്? നിങ്ങൾ വന്നത് ഞാൻ അറിഞ്ഞുപോലുമില്ല. എന്തെങ്കിലും മറന്നുപോയോ? കുഴപ്പമില്ല, വിട്. നിങ്ങൾ വന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നീക്കേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാവേ. അതൊന്നും ഇപ്പൊ വേണ്ട. ഞാനിപ്പോ ഒരു ഓഫീസ് ആവശ്യത്തിന് വേണ്ടി വന്നതാ. അമൂല്യയുടെ ഒരു സിഗ്നേച്ചർ വേണമായിരുന്നു. അത് കിട്ടി. ഞാൻ ഇറങ്ങ്. അയ്യോ, അങ്ങനെ പറഞ്ഞില്ല. എങ്ങനെയാ? എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. അത് സാരമില്ല, ഇനി ഒരിക്കലാവട്ടെ. അമ്മ, അവര് പോകുന്ന കണ്ടിട്ട് എന്തോ സങ്കടം പോലെ തോന്നുന്നല്ലോ. നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലമ്മേ, ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അത്രേ ഉള്ളൂ. നോക്കമ്മോ, അവരുടെ വീട്ടിലേക്ക് നമ്മുടെ പെണ്ണിനെ അയച്ചിരിക്കുന്നേ. അവരുടെ കൂടെയുള്ള നമ്മുടെ കൂട്ട് കത്തിയുടെ പുറത്ത് നടക്കുന്ന പോലെ ആയിരിക്കും. കുറച്ച് സൂക്ഷിക്കുമോളെ. നമ്മൾ എന്താണ് അവരെക്കുറിച്ച് ആദ്യം വിചാരിച്ചത് അതുപോലെ തന്നെ ഒന്നുമല്ല. സംസാരം കുറച്ച് കടുപ്പമാണെങ്കിലും മനസ്സ് വെറും ശുദ്ധമാ മോളെ. അമ്മയ്ക്ക് എല്ലാരും അങ്ങനെ തന്നെയാ, വിട്ടേക്ക്. ഒന്നും അറിയാതെ നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയല്ലേ അമ്മു. പാവം, ഇന്ന് അവര് ശരിയായിട്ടുള്ള സമയത്ത് വന്ന് നമ്മുടെ കേറ്ററിംഗിന് വേണ്ടി എന്തെല്ലാം സഹായം ചെയ്തെന്നറിയോ? അവരുടെ സഹായം നമുക്ക് കിട്ടിയില്ലായിരുന്നെങ്കിലേ നമുക്കിന്ന് ഡെലിവറി കൊടുക്കാൻ പറ്റില്ലായിരുന്നു. കൊടുത്ത വാക്ക് പാലിക്കാനും സാധിക്കില്ലായിരുന്നു. അമ്മ വെറുതെ ഓരോന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട. ചേച്ചിയുടെ ജീവിതത്തിന് പ്രശ്നം വരുന്ന ഒരു കാര്യവും ഞാൻ ഇതുവരെ ചെയ്തിട്ടുമില്ല, ഇനിയൊട്ട് ചെയ്യേയില്ല. ഹലോ, ഞാൻ ധ്രുവയാ സംസാരിക്കുന്നത്. ധ്രുവ, സുഖാണോ? എനിക്ക് സുഖമാണ്. അർജന്റായിട്ട് എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയണമായിരുന്നു, അതുകൊണ്ടാ വിളിച്ചേ. അർജന്റായിട്ടോ? എന്താ കാര്യം പറ. നോക്ക്, ഈ കാര്യം ഞാൻ ആരോട് പറയാൻ ശ്രമിച്ചാലും അവരാരും ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാ ഞാൻ നിന്നെ വിളിച്ചേ. ഓക്കെ ഓക്കെ, നീ ടെൻഷനിലാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. കാര്യം എന്താ? ചേട്ടൻ അപകടത്തിലാണുള്ളത് വിക്കി. ചേട്ടൻ? നീ എന്തീ പറയുന്നേ? അതെ, അവൻ തന്നെ. അവനാണെങ്കിൽ ആരും ഒന്നും അറിയിക്കാതെ ഓസ്ട്രേലിയയിലേക്ക് പോയി. ശരി, അത് അത്രയ്ക്ക് അത്യാവശ്യമുള്ളത് കൊണ്ട് പോയതാണെന്ന് കരുതാം. പക്ഷെ അവിടെ പോയിട്ട് തിരിച്ച് ഫോൺ വിളിച്ച് എവിടെയാണുള്ളത്, എങ്ങനെയാണുള്ളത്, ജീവനോടുണ്ടോന്ന് പോലും അറിയില്ല. ഇതെല്ലാം കണ്ടാ പിന്നെ ഡൗട്ട് വരാതിരിക്കോ?
എനിക്ക് എന്തോ ശരിക്കും ടെൻഷൻ ആവുന്നുണ്ട് വിക്കി. കാം ഡൗൺ ധ്രുവ, കാം ഡൗൺ. അവൻ കഴിഞ്ഞ ദിവസം അമ്മേനെ വിളിച്ചതായിരുന്നു. അവനാണെങ്കിൽ നല്ല ബിസിയല്ലേ ഇപ്പൊ. നിങ്ങൾ തമ്മിൽ കണക്ഷൻ അധികം ഇല്ലാത്തോണ്ടാ നിനക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റായി പോയെ. പക്ഷെ അമ്മ പറഞ്ഞതാണ് ഒരു കാരണവശാലും ടെൻഷൻ അടിക്കണ്ടെന്ന്. ധ്രുവ, യു റിലാക്സ്. ഹി വിൽ ബി സേഫ്. അമ്മയ്ക്ക് കോൾ ചെയ്തിട്ടുണ്ടെന്ന് അവര് തന്നെ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ എങ്ങനെയാ വിശ്വസിക്കുന്നത്? ഞാനേ നിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കോൾ ചെയ്യാം. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിൽ, ചേട്ടനൊന്നും സംഭവിക്കില്ലെന്ന്, അതിനൊരു സാധ്യതയില്ല. ഈ കള്ളച്ചെറുക്കൻ എന്തായിരിക്കും ഇതുവരെ വിളിക്കാത്തെ? എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള ഒരു മെയിലെങ്കിലും അയക്കായിരുന്നു. അതും ഇല്ല. അമൂല്യ, 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 ഞാനൊരു അർജന്റ് വർക്കായിട്ട് ഓസ്ട്രേലിയക്ക് പോവാ. നീ ഇവിടെയുള്ള എല്ലാവരെയും നന്നായി നോക്കണം കേട്ടോ. പിന്നെ നിന്റെ കാര്യം ശ്രദ്ധിക്കാൻ മറക്കരുത്. വേദാന്ത് പറഞ്ഞതുപോലെ തന്നെ ഞാൻ സമാധാനായിട്ടിരിക്കണം. വെറുതെ ഞാനിങ്ങനെ ടെൻഷൻ അടിക്കുന്നോണ്ട് ഒരു കാര്യവും. അമൂല്യ, ആരതിയുടെ അമ്മായിമ്മ വന്നിട്ടുണ്ടായിരുന്നു. സാഹിത്യയോട് ഞാൻ എന്തോ പറഞ്ഞു എന്ന് കരുതി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക അവര്. ഈഗോ ഹേർട്ട് ആയതാണെന്ന് തോന്നുന്നു. അവരങ്ങനെയാ. ഒന്നുമില്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ നിങ്ങളടുത്തൊരു കാര്യം പറയണമായിരുന്നു. നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ വേണ്ടി മാത്രം ഒന്നും പറയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നോട് അങ്ങനെ പറയാൻ മടിക്കേണ്ട കാര്യമൊന്നുമില്ല, പറ. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം അത്ര നോർമൽ അല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കുഴപ്പമില്ല, പറഞ്ഞോ കണ്ണൻ ചേട്ടാ. ആരോ വേദാന്തി ഏട്ടനെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടോന്ന് എനിക്ക് നല്ല സംശയം തോന്നുന്നുണ്ട്. ഇതെന്താ ഗുണ്ടകളുടെ സ്ഥലമാണോ ചേട്ടാ? ഒരു ചാൻസും ഇല്ല. അതെങ്ങനെയാ ഇത്ര കോൺഫിഡൻസിൽ ചാൻസ് ഇല്ലെന്ന് പറയുന്നത്? എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ അത് എത്ര എളുപ്പമുള്ള കാര്യമല്ല. ആരും ആയിക്കോട്ടെ, വേദാന്ത് മേനോനെ കിഡ്നാപ്പ് ചെയ്യാൻ മാത്രം റിസ്ക് എടുക്കാനൊന്നും ഇവിടെ ആരും ഇല്ല ചേട്ടാ. പക്ഷെ അത് അമൂല്യ. ശരി, ആയിക്കോട്ടെ. ഇനി കിഡ്നാപ്പ് ചെയ്തും തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഡിമാൻഡ് ചെയ്യേണ്ടതല്ലേ ചേട്ടാ അവര്? അതും ചെയ്തിട്ടില്ല. ഒന്നും ഡിമാൻഡ് ചെയ്യാതെ വേദാന്ത് മേനോനെ പോലെ ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ ആരും വെറുതെ തമാശയ്ക്ക് കിഡ്നാപ്പ് ചെയ്യാൻ സാധ്യതയൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ലോജിക്കൊക്കെ കറക്റ്റ് ആണ്. പക്ഷേ സീരിയസ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ പറഞ്ഞ പോലെ വേദാന്ത് മേനോൻ ഒരു ഹൈ പ്രൊഫൈൽ ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശത്രുക്കൾ ഉണ്ടാവില്ല. നിങ്ങൾ എന്തിനാ ഇതിനെക്കുറിച്ച് ഇത്രയ്ക്ക് ടെൻഷൻ ആവുന്നത്? നിങ്ങൾ അവരെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ. പക്ഷെ എനിക്ക് അദ്ദേഹത്തെ നല്ല പരിചയം. അങ്ങനെ പെട്ടെന്ന് ആരെ കൊണ്ട് അദ്ദേഹത്തെ പോലെ ഒരാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നല്ലത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ നിങ്ങളുടെ ഓഫീസിലേക്ക് ഒന്ന് കൊണ്ടുപോകുമോ? ഓഫീസിലേക്കോ? എന്തിന്? കുറച്ചു ദിവസം ഞാൻ അവിടെ ജോലി ചെയ്യാം. വലിയ ജോലിയൊന്നും വേണ്ട. നിങ്ങൾ ബോസ് ആയിട്ടുള്ള ദിവസം വരേക്കും മതി. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള ടെൻഷൻ അല്ലേ നിങ്ങൾക്ക്? എനിക്ക് ആശ്രയം തന്ന വീടായത്. അങ്ങനെയുള്ളപ്പോ ഈ വീട്ടുകാരൊക്കെ എന്റെ ഫാമിലി അല്ലേ. ശരി, ആയിക്കോട്ടെ. നാളെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോവാം.
ഞാനും ഓഫീസിൽ ഉണ്ടാവണ്ടായിരുന്നു. അവള് കഷ്ടപ്പെട്ടതൊക്കെ എനിക്കും കാണാമായിരുന്നു. ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഫുൾ ഓഫ് എന്റർടൈൻമെന്റ് ആയിരുന്നു. അതിനിടയിൽ നമ്മുടെ കുള്ളനില്ലേ സുമേഷ്, അവൻ അവളെ എയറിൽ നിർത്തിയായിരുന്നു. റൗഡി കൊച്ചിനെ അവള് വേദനിപ്പിച്ചെങ്കിലുണ്ടല്ലോ, അതിന് പ്രതികാരമായിട്ട് റൗഡി കൊച്ചു അവളെ ഒന്നും ചെയ്തില്ല. അങ്ങനെയുള്ളവർക്ക് അപ്പൊ അങ്ങനെ തന്നെ കിട്ടണം. അവള് ചേട്ടനില്ലെന്ന് കരുതി അമൂല്യെ യൂസ് ചെയ്താലോ? ചേട്ടനില്ലാത്തപ്പോഴേ അവളെ കളിപ്പിക്കാൻ പറ്റൂ. അതാ ഞാൻ ഈ ഐഡിയ തന്നത്. സൂപ്പർ ഐഡിയ നീ ഇപ്പൊ തന്നെ. ഇതെന്തായാലും വർക്കൗട്ട് ആവും. ബട്ട് ഐ മിസ് ചേട്ടൻ. സെയിം ഹിയർ. ഞാനും അവനെ പറ്റി തന്നെ ആലോചിച്ചോണ്ടിരുന്ന. എനിക്ക് ജനിക്കുന്നത് ഒരു മകനാണെങ്കിൽ അവൻ ചേട്ടനെ പോലെ ആയിരിക്കണമെന്ന് എന്റെ ആഗ്രഹം. ഈ ടൈമിലെങ്കിലും അവൻ എന്റെ അടുത്ത് തന്നെ കാണുമെന്ന് ഞാൻ വിചാരിച്ചപ്പോ അവൻ പോയി ഓസ്ട്രേലിയയിൽ ഇരിക്കുക. ധ്രുവ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടൻ എന്തോ കാര്യമായിട്ട് പറ്റിയതുപോലെ ട്രെയിൻ അവൻ സംസാരിച്ചേ. നിന്നെ കോളല്ലേ ചെയ്തേ? പക്ഷെ എന്റെ അടുത്ത് അതേ കാര്യം പറയാൻ വേണ്ടി മീറ്റ് ചെയ്യാൻ വന്നു. എനിക്കിതിൽ ഏത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കേണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഈ കാര്യത്തിൽ നെഗറ്റീവായിട്ട് ഒട്ടും തന്നെ ചിന്തിക്കേണ്ട കാര്യമില്ലെന്നാ തോന്നുന്നേ. ഞാനും അത് തന്നെ വിചാരിച്ചോണ്ടിരിക്കുന്നേ. ധ്രുവിനോട് അത് തന്നെ ഞാൻ പറഞ്ഞേ. പക്ഷെ ചേട്ടൻ എന്താ ഇതുവരെ നമ്മളെ വിളിക്കാത്തെ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. ഒരു കാര്യം ചെയ്യേ, അവൻ ഏത് ക്ലയന്റിനെയാണോ കാണാൻ പോയത് അവരെ കോണ്ടാക്ട് ചെയ്യാൻ നോക്ക്. എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടും. അവരുടെ നമ്പറൊന്നും എന്റെ കയ്യിലില്ല. ആദ്യം നാളെ ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് കിട്ടുമോ നോക്കാം. സാഹിത്യക്ക് എന്തെങ്കിലും മോശമായിട്ട് വരണമെന്നോ അവളെ എന്തെങ്കിലും പറഞ്ഞ് കളിപ്പിക്കണമെന്നോ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ദൈവമേ. വേദാന്തി ഇല്ലാത്ത സമയത്ത് അദ്ദേഹം നോക്കുന്നത് പോലെ തന്നെ ഓഫീസ് നല്ല രീതിയിൽ നോക്കണം എന്നുള്ളതായിരുന്നു എന്റെ ഉദ്ദേശം. അത് അതുപോലെ തന്നെ നടന്ന വേദാന്തി തിരിച്ചു വരുന്ന സമയത്ത് അതൊക്കെ കാണുമ്പോൾ വേദാന്തിന് ഒരുപാട് സന്തോഷമാവും. അദ്ദേഹം എത്രയും പെട്ടെന്ന് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരണേ ദൈവമേ. നിനക്ക് രാഖി കെട്ടിത്തരാനുള്ള അർഹത അവൾക്ക് മാത്രമല്ല, നീ എനിക്ക് എന്റെ ചേട്ടൻ മാത്രമല്ല ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാ. ബെസ്റ്റ് ഫ്രണ്ട്.